ഇന്ന് നവമിയാണ്. എല്ലാവർക്കും നവമി ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നില്ലേ നമുക്കിവിടെ രാവിലെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പല്ല് തേക്കുകയാണ്. അമ്മ എന്നെക്കാളും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അമ്മയും പിള്ളേരും ഒക്കെ ഏകദേശം കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഏകദേശം റെഡിയാവും. അപ്പോൾ അമ്പലത്തിലൊന്ന് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ മിനി മൂകാംബിക എന്ന് പറയും. പരപ്പനങ്ങാടി ഭാഗത്താണ് അമ്പലം. എനിക്കങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇവർ കോഴിക്കോട്ടുകാർ പറഞ്ഞിട്ടാട്ടോ ഞാനത് അറിയുന്നത്. എനിക്കില്ലേ സാരി ഇങ്ങനെ ഉടുക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ കിലുവിനും പിടിച്ചിട്ട് ഇങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ സാരി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ തിരിച്ചു പോയി ഞുറിഞ്ഞ് സെറ്റാക്കിയിട്ട് ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും നാത്തൂനും ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടെ കാറിനാണ്. ഞാനും ഏട്ടനും കൂടെ ബൈക്കിന് വരാൻ ചോദിച്ചു. ഞങ്ങളെയും കൂടെ കാറിനകത്ത് കൊള്ളൂല ഗേസ് കൊള്ളൂല. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടി കൂട്ടിമുട്ടി. മിനി മൂകാംബിക എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. നല്ലൊരു അമ്പലമാണ്. കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല കൂളായിരിക്കുന്നു. നമ്മൾ പോകുമ്പോൾ ഒരു ചൈതന്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിനൊക്കെ ഒരു ഇൻഫ്ലുവൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ സരസ്വതി മണ്ഡപത്തിലെത്തിയപ്പം അവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. നവരാത്രിയോടനുബന്ധിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ പായസം വെച്ചിരിക്കുന്നത്. കഠിന പായസമാണ്. കഠിനമായിരുന്നു എന്ന് തന്നെ പറയാം. നല്ല മധുരമായിരുന്നു. എനിക്കില്ലേ ഈ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പലക്കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി കാല് നനയ്ക്കണം. അത് ചെറുപ്പം തൊട്ടേയുള്ള ശീലമാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബൈങ്കാവ് അമ്പലത്തിൽ ഞങ്ങൾ തൊഴാൻ പോകുമ്പോൾ അമ്പലക്കുളത്തിൽ ഇറങ്ങിയിട്ട് കൈയും കാലും കഴുകിയതിന് ശേഷമാണ് ദേവീനെ തൊഴാൻ പോവുക. ആ ഒരു ശീലമുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. ഇത് കണ്ടോ ഈ കുളത്തിൽ നിറച്ചും മീനാണ്. ഞാൻ ഇതുപോലെ മീനെ കണ്ട് തൃപ്രയാറാണ് കേട്ടോ. അപ്പോൾ അതാ മീനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് കാല് കഴുകണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തപ്പോൾ എല്ലാവരും ചെയ്യാണ്. കോഴിക്കോട്ടുകാർക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ അവിടെ അമ്പലത്തിൽ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുളത്തിൽ നിന്ന് കൈയും കാലും കഴുകിയിട്ട് അമ്പലത്തിലേക്ക് പോവുക. പിന്നെ ഇതും എൻ്റെ ഒരു ശീലമാണ്. അമ്പലത്തിൽ നിന്ന് പ്രസാദം അമ്പലത്തിൽ നിന്ന് തന്നെ കഴിക്കാതുള്ളത്. അപ്പം എനിക്ക് ഇച്ചിരി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വന്ന് ഇതില്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാണ്ടല്ലേ പോവുക. അപ്പോൾ ഈ പ്രസാദം കഴിച്ച് കഴിയുമ്പോൾ ഒരു വയറിനൊരു ഇച്ചിരി ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒക്കെ ഒരു കാര്യം.